നേരിൻ്റെ വഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിസ്വാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഔദാര്യപൂർവം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്നതും അതിനേക്കാൾ എത്രയോ ഭാഗ്യമാണ്. അതിനൊക്കെ തീർച്ചയായും പ്രതിഫലം കിട്ടാതിരിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതാണ്ട് 18 വയസ്സുള്ളപ്പോൾ അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കഥ കേട്ടിട്ടുണ്ട്. അനാഥനായി വളർന്ന ബാല്യപ്രായത്തിൻ്റെ കഷ്ടതകളൊക്കെ അനുഭവിച്ച് ഏറ്റവും ഒടുവിൽ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനായി ചേർന്ന ആ ബാലകന് ഫീസ് കൊടുക്കുവാൻ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. തൻ്റെ ഒരു സുഹൃത്തിനോട് ആലോചിച്ചിട്ട് അന്നത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പിയാനിസ്റ്റിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഗാനശുശ്രൂഷയിലൂടെ അല്പം പണം കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അറിയപ്പെടുന്ന പിയാനിസ്റ്റായിരുന്ന പദ്രേസ്കി എന്ന വ്യക്തിയെ അവർ ക്യാമ്പസിൽ കൊണ്ടുവന്നു. ഏറ്റവും മനോഹരമായൊരു പ്രോഗ്രാമാണ് നടന്നത്. പ്രോഗ്രാമിന് മുൻപ് തന്നെ $2000 പറഞ്ഞൊത്തിട്ടാണ് പദ്രോസ്കിയുടെ മാനേജർ ഈ പ്രോഗ്രാമിന് സമ്മതിച്ചത്. എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും $1600 മാത്രമേ ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞുള്ളൂ. പ്രോഗ്രാം കഴിഞ്ഞ് പദ്രേസ്കിയുടെ അടുത്ത് വിഷണ്ണഭാവത്തോടെ എത്തിയ ഈ വിദ്യാർത്ഥികൾ $1600 അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സർ, ഞങ്ങളുടെ കയ്യിൽ ഇത്രയുമേ ഇപ്പോഴുള്ളൂ. $400 ചെക്ക് കൂടെ ഞങ്ങൾ തരികയാണ്. എത്രയും പെട്ടെന്ന് അതിന് തുല്യമായ പണം കൂടെ ഞങ്ങൾ എത്തിച്ചു തരാം. ഇത് കേട്ട മാത്രയിൽ പെദ്രോസ്കി ഇങ്ങനെ പറഞ്ഞു, അതൊന്നും ശരിയാവില്ല. തൻ്റെ കയ്യിലിരുന്ന ആ ചെക്ക് അദ്ദേഹം കീറിക്കളഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു നിന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നോക്കിക്കൊണ്ട് പ്രസിദ്ധനായ ആ പിയാനിസ്റ്റ് പറഞ്ഞു, ഈ $1600 നിങ്ങളുടെ കൈകളിൽ ഇരിക്കട്ടെ. നിങ്ങളുടെ മുഴുവൻ ചെലവും കഴിഞ്ഞിട്ട് ഫീസ് കൊടുക്കുവാനുള്ള കാശ് എത്രയാണോ അതും കൂടി ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി. അങ്ങനെ വളരെ സന്തോഷത്തോടെ ഒരു ഭാവഭേദവും കൂടാതെ പെദ്രോസ്കി അവിടെ നിന്ന് നടന്നകന്നു. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പോളണ്ടിലെ പ്രൈം മിനിസ്റ്ററായി ഒരു നല്ല ലീഡറായി പെദ്രോസ്കി മാറി. പക്ഷേ ദൗർഭാഗ്യവശാൽ മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പട്ടിണിയായി ജനങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. പെദ്രോസ്കിക്ക് മനസ്സിലായി, രക്ഷപ്പെടാൻ ഒറ്റ വഴി മാത്രമേയുള്ളൂ, അമേരിക്കൻ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിനെ അഭയം പ്രാപിക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം പോളണ്ടിനാവശ്യമായ ആഹാര സാധനങ്ങൾ ആ ലോകമഹായുദ്ധത്തിൻ്റെ വേളയിൽ പോളണ്ടിലെത്തി. അങ്ങനെയാണ് ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ ആ രാജ്യത്തിനിടയായത്. അന്നത്തെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചിരുന്നത് ഹെർബർട്ട് ഹൂവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പോളണ്ടിന് ലഭിച്ച നിർലോഭമായ സഹായം, അവർക്ക് ലഭിച്ച സപ്പോർട്ട്, ഇതിനൊക്കെ നന്ദി പറയേണ്ടത് അനിവാര്യമാണെന്ന് പെദ്രോസ്കി മനസ്സിലാക്കി. അദ്ദേഹം ഹെർബർട്ട് ഹൂവറിനെ കാണുവാൻ വേണ്ടി ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പോളണ്ടിന് നൽകിയ
ആഹാരത്തിന് നന്ദി പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ഹെർബർട്ട് ഹൂവർ ഇങ്ങനെ പറഞ്ഞു, സർ, ഒരുപക്ഷെ അങ്ങക്ക് എന്നെ മനസ്സിലായി കാണില്ല. ചില വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഏതാണ്ട് 18 വയസ്സുള്ളപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷണ്ണനായി നിന്ന ഒരു വിദ്യാർത്ഥിക്ക് അങ്ങ് നൽകിയ സ്നേഹവും ഔദാര്യവും അങ്ങ് മറന്നു കാണും. പക്ഷെ ഞാൻ മറന്നിട്ടില്ല. ആ വിദ്യാർത്ഥിയാണ് ഞാൻ. പിന്നീട് ഹെർബർട്ട് ഹൂവർ അമേരിക്കയുടെ പ്രസിഡൻ്റായി മാറുകയും ചെയ്തു എന്നത് ചരിത്രമാണ്. പ്രിയമുള്ളവരെ, ആർക്ക് നാം എന്ത് ചെയ്താലും തീർച്ചയായും മറ്റൊരു വഴിക്ക് നമ്മുടെ കൈകളിലേക്ക് ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ അത് മടങ്ങിയെത്തുമെന്ന് നാം ഓർത്തിരിക്കണം. ഔദാര്യമായി കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, ദൈവം അവരെ ആദരിക്കും. ഒരുപക്ഷെ ഈ ലോകത്തിൽ ആരും അറിയാതെ വേദനയിലും കഷ്ടതയിലും ഞെരുക്കത്തിലുമായിരിക്കുന്നവരെ നിങ്ങൾ സഹായിക്കുമ്പോൾ തീർച്ചയായും വലിയ ത്യാഗമാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അത് ഈശ്വരൻ മറക്കുന്നില്ല. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ആവശ്യവേളയിൽ നിങ്ങളെ സഹായിക്കുവാനും തീർച്ചയായും വരും എന്നോർത്തിരിക്കണം. അതുകൊണ്ട് മനസ്സ് തുറന്ന് മറ്റുള്ളവരെ സഹായിപ്പാൻ നമുക്കിടയാകട്ടെ. അതൊരിക്കലും നഷ്ടമല്ല. ദൈവത്തിൻ്റെ ആദരവ് നമ്മുടെ മേലുണ്ടാവും.